ആഗോള രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് വിരൽ ചൂണ്ടുന്നത്. മാസങ്ങൾക്ക് മുൻപ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ആ വ്യോമാക്രമണത്തിന്റെ തുടർച്ചയായുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇപ്പോൾ ദില്ലിയിലും ടെഹ്റാനിലും ഒരേ സമയം സജീവമായിരിക്കുകയാണ്. കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്ന വിവരം ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നു. ആഗോള നേതാക്കൾ ഒന്നടങ്കം സാക്ഷ്യം വഹിക്കാനിരിക്കുന്ന ഈ ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുത്തേക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നലെ ഇറാൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഈ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. എന്നാൽ നിലവിലത്തെ അതീവ സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും സുരക്ഷാ മുൻകരുതലുകളും കണക്കിലെടുത്ത് പ്രധാനമന്ത്രിക്ക് പകരം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ചടങ്ങിൽ പങ്കെടുത്തേക്കും. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വരും ദിവസങ്ങളിൽ ദില്ലിയിൽ ഇത് സംബന്ധിച്ച അന്തിമ നയതന്ത്ര തീരുമാനം ഉണ്ടാകും. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ട് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് അന്താരാഷ്ട്ര ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒന്നാണ്. ഖമേനി കൊല്ലപ്പെട്ട നീണ്ട 106 ദിവസങ്ങളിലാണ് ഇറാൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും മാസം ജൂലൈ 9-നായിരിക്കും ലോകത്തെ വൻ ശക്തികളെ സാക്ഷിയാക്കി ഈ ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ ഫെബ്രുവരി 28-നായിരുന്നു ലോകത്തെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ഇത്രയും നാൾ സാംസ്കാരിക ചടങ്ങുകൾ നീണ്ടുപോകുന്നതിന് പിന്നിൽ കേവലം സാങ്കേതിക കാരണങ്ങൾ മാത്രമായിരുന്നില്ല, കൃത്യമായ സുരക്ഷാ തന്ത്രങ്ങളും ഭയവും ഉണ്ടായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ചടങ്ങ് നടത്താൻ ഇറാൻ ഭരണകൂടം 106 ദിവസങ്ങൾ കാത്തിരുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം മിഡിൽ ഈസ്റ്റിലെ നിലവിലത്തെ സുരക്ഷാ സാഹചര്യങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളും ഒപ്പം വിവിധ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും ഒത്തുകൂടുന്ന ഒരു വൻ ചടങ്ങിലേക്ക് വീണ്ടും ഒരു ശത്രുതാപരമായ വ്യോമാക്രമണം നടക്കാനുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരുന്നു. ഒരു വിദേശാക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കുക എന്നത് വിലാപയാത്രയുടെ സമയത്ത് ഇറാൻ സൈന്യത്തിന് വലിയൊരു വെല്ലുവിളിയാകുമായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സുരക്ഷാ വെല്ലുവിളി മുൻനിർത്തിയാണ് പരമോന്നത നേതാവിന്റെ സംസ്കാരം ഇത്രയും നാൾ അതീവ രഹസ്യമായും ജാഗ്രതയോടെയും മാറ്റിവെച്ചത്. ഇപ്പോൾ ജൂലൈ 9-ലെ ചടങ്ങിനോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിലാപയാത്രയാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇതിൽ പങ്കാളികളാകുമെന്നാണ് കരുതപ്പെടുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ ഭരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ തങ്ങളുടെ പുതിയ പരമോന്നത നേതാവിനെ പ്രഖ്യാപിച്ചിരുന്നു എന്നതും ഈ നയതന്ത്ര ചർച്ചകളിൽ പ്രധാനമാണ്. അച്ഛൻ്റെ മരണത്തിന് ശേഷം അധികം വൈകാതെ, അതായത് മാർച്ച് 8-ന് തന്നെ ഖമേനിയുടെ മകൻ മുസ്തഫ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി ഇറാൻ ഭരണകൂടം തിരഞ്ഞെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതിയ നേതൃത്വത്തിന് കീഴിലായിരിക്കും രാജ്യം ഈ വിടവങ്ങൽ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുക. മുസ്തഫ ഖമേനിയുടെ കീഴിൽ ഇറാന്റെ വിദേശ നയം കൂടുതൽ കടുപ്പമേറിയതാകുമോ അതോ മൃദു സമീപനത്തിലേക്ക് മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഭാഗത്തേക്ക് കടന്നു നോക്കിയാൽ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങിൽ നിന്നും മാറി നിൽക്കാൻ ആലോചിക്കുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് കനത്തൊരു നയതന്ത്ര പരീക്ഷണം തന്നെയാണ്. ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലുമായി ഇന്ത്യക്ക് അടുത്ത പ്രതിരോധ സാമ്പത്തിക ബന്ധങ്ങളുണ്ട്. ഖമേനിയെ വധിച്ചത് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ്. അങ്ങനെയുള്ളൊരു നേതാവിൻ്റെ സാംസ്കാരിക ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നത് അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന് തെറ്റായൊരു ഉപദേശം നൽകിയേക്കാം. സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ കടന്നു പോകുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ വിടവാങ്ങൽ ചടങ്ങുകൾ കേവലം ഒരു സംസ്കാരം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ ആഗോള രാഷ്ട്രീയ മാറ്റങ്ങളുടെ പ്രഭവ കേന്ദ്രം കൂടിയാണ്. പ്രധാനമന്ത്രിയുടെ അഭാവവും ഉപരാഷ്ട്രപതിയുടെ പങ്കാളിത്തവും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര വിദേശ നയത്തിന് മറ്റൊരു തെളിവായി മാറുകയാണ്. വരും മാസങ്ങളിൽ ടെഹ്റാനിൽ നിന്നും ദില്ലിയിൽ നിന്നും വരുന്ന നയതന്ത്ര ചലനങ്ങൾ നമുക്ക് ഒന്നുപോലെ ഉറ്റുനോക്കേണ്ടി വരും.